Hi everybody, welcome back to my channel. Ah, ah. Sip. അപ്പോൾ ഗൈസ് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വന്ന ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നോമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ റമദാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എനിക്ക് നോമ്പുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീട്ടിലത്തെ അതേപോലത്തെ പള്ളിയിലത്തെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോമ്പറക്കാനാകുമ്പോഴത്തേന് നമ്മൾ ദോശയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇന്ന് വീട്ടിൽ നമ്മൾ ദോശയാണ് കേട്ടോ ചുടുന്നത്. ഗൈസ്, അപ്പോൾ ദോശ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ജ്യൂസ് പരിപാടിയാണ് നോക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റാണ്. അതേപോലെ നമ്മൾ ഷെയ്ക്ക് അടിക്കുന്നുണ്ട്, അതിന് വേണ്ടി കട്ടപ്പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മുന്തിരി ജ്യൂസാണ് ഇന്ന് നമ്മൾ നോമ്പ് തുറക്കി അടിക്കുന്നത്. അതേപോലെ നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ മുന്തിരി ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ അത് ഓരോന്ന് പെറുക്കി ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ ജ്യൂസ് അടിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്തിരി ജ്യൂസ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ജ്യൂസ് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഷെയ്ക്കിനുള്ള ആപ്പിൾ നുറക്കണം കേട്ടോ. അത് നമ്മൾ ഷെയ്ക്കിൽ ഇനി ആപ്പിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പള്ളിയിലെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏകദേശം നമുക്ക് ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പള്ളി പോകാം. അപ്പോൾ പള്ളിയിലെ നോമ്പത്തിനും വിശേഷങ്ങളൊക്കെ നമുക്കിത് കാണാം. അപ്പോൾ കൂടുതൽ ആഗ്രഹിപ്പിച്ച് പറയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പള്ളിയിൽ പോകാം. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ കഴിച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ടു കിട്ടോ പള്ളിയിലേക്ക്. അങ്ങനെ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ കഴിച്ചാൽ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പള്ളി വരുന്നത് നമ്മളെ സൺറൈസ് മുമ്പത്തെ നമ്മളെ പള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ സെൻട്രലിലാണ് പള്ളി വരുന്നത്, തലശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ സൺറൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് നോക്കുന്നത് നമ്മൾ നേരെ പള്ളി കയറി നോമ്പറക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോമ്പറക്കാൻ വന്നവരാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ വ്ളോഗ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ നോമ്പടക്കായിരിക്കണം. അങ്ങനെ ഗായ്സ്, നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തത് നമ്മളൊരു ഈത്തപ്പഴമാണ് ആദ്യം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിച്ച് വെക്കണം. പിന്നെ അങ്ങനെ നോമ്പറക്കുന്ന പരിപാടിയിൽ ഇറങ്ങി. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ നോമ്പത്തോടെ കഴിഞ്ഞ് നേരെ കയറിയിട്ടാ പള്ളിക്ക് നിസ്കരിക്കാൻ. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാ. അങ്ങനെ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഷെയ്ക്ക് കിട്ടിയിട്ടാ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ നേരെ ഇരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കുടിക്കണ വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ വന്ന് കുടിച്ച ഷെയ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഷെയ്ക്കൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ പൂച്ച സാറിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയിലുണ്ടാവും. പൂച്ച സാറ് മെയിൻറ്റെയിൻ ചെയ്യണില്ല. അവൻ കുറേ കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ മുന്നിൽ നിന്ന്.
അങ്ങനെ നമ്മൾ ഷെയ്ക്കും പൂച്ച സാറിനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഒരു കടലക്കറിയും ദോശയും കഴിക്കാൻ കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ അന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഔട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ഇനിയും വരാം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി നമ്മൾ എന്ത് ചെയ്തത് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ല ഗൈസ്, വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ബിസിയിലാണ്. അതുകൊണ്ടാണ് അധികം വീഡിയോ ഒന്നും അധികം വരാത്തത്. അപ്പോൾ ഇതുപോലെ നല്ല കണ്ടൻ്റ് ആയിട്ട് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ നോമ്പത്തോടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഫസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ഗുഡ് ബൈ.